CPM-ന്റെ നീക്കം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ്. അതായത് BJP ചെയ്യുന്ന അതേ സ്ട്രാറ്റജിയാണ്. ഞങ്ങൾ BJPയെ ശക്തിയായിട്ട് എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? BJP ഭിന്നിപ്പ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കും. നിങ്ങൾ നോക്കിക്കോ, യൂണിഫോം സിവിൽ കോഡ്, പാലസ്തീൻ വിഷയം, ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടുണ്ടായ ഈ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം, ഈ 3 വിഷയം CPM കൈകാര്യം ചെയ്തെങ്ങനെ? CPM അത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് നോക്കിയത്, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനാണ് വേണ്ടി നോക്കിയത്. ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ സ്പീക്കറുടെ ഒരു മിത്ത് വിവാദം ഉണ്ടായി. ഞങ്ങളെടുത്ത നിലപാടെന്താ? അന്ന് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞത്, നാളെ കത്തിക്കാനല്ലോ നോക്കി. ഇന്ന് അവസാനിപ്പിക്കണം ഈ വിവാദം, ഈ ഭിന്നിപ്പുണ്ടാകുന്ന തരത്തിലേക്ക് അത് വളർത്താൻ സമ്മതിക്കരുത് എന്നുള്ള പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. നവകേരള സദസ്സിൽ പോയി മുഖ്യമന്ത്രി പറയുന്നത് പാലസ്തീൻ റാലി നടത്താൻ ഞങ്ങൾ ഒരാഴ്ച വൈകിയെന്ന്. ഒരാഴ്ച വൈകി ഇദ്ദേഹത്തിന് എന്താ കുഴപ്പം? ഞങ്ങളുടെ ഇഷ്ടമല്ലേ? ഞങ്ങൾ AKG സെൻറ്ററിൽ നിന്ന് ഡേറ്റ് മേടിച്ചിട്ടാണ് പാലസ്തീൻ റാലി നടത്തുന്നത്. ആദ്യത്തെ റാലി ഞങ്ങളാണ് നടത്തിയത് മലപ്പുറത്ത് DCCയുടെ. എന്നിട്ട് നവകേരള സദസ്സിൽ അദ്ദേഹത്തിൻ്റെ പരാതി ഞങ്ങൾ നടത്തിയില്ല, വൈകിയ നടത്തിയത്. ഇവർ നടത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഔദ്യോഗിക ക്ഷണമില്ല, വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്ന ക്ഷണമാണ്. ആ നേതാക്കന്മാരാണ് അവർ പാർട്ടിയുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം പറയും. അത് അടുത്ത മാസം 22-ാം തീയതി. ഇവിടെ ഒരു പത്രം അനാവശ്യമായി അപക്വമായി ഒരു എഡിറ്റോറിയൽ എഴുതിയതാണ്. അപക്വമായ ഒരു എഡിറ്റോറിയൽ എഴുതിയതാണ്, തെറ്റായ കാര്യമാണ്. സമസ്ത തന്നെ വ്യക്തമാക്കിയല്ലോ, അത് ഞങ്ങളുടെ നയമല്ല. അതുകൊണ്ടാണ് ഞാൻ സമസ്തയുടെ ജിഫ്രി തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ സാദിഖ് അലി, പാണക്കാട് സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, അവരെല്ലാം എത്ര ശ്രദ്ധയോടുകൂടിയാണ് അവർ ആ വാചകങ്ങൾ ഉപയോഗിച്ചത്. ഒരു കാരണവശാലും ഈ വിഷയം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുത് എന്നുള്ള മനസ്സോടുകൂടിയാണ് അവർ 3 പേരും ആ വിഷയത്തോട് പ്രതികരിച്ചത്. ഞാൻ അതുകൊണ്ട് അവരെ 3 പേരെ അഭിനന്ദിച്ചത്. CPM അങ്ങനെയാണ് ചെയ്യുന്നത്. CPM അത് ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നോക്കുകയാണ്. അത് പാർട്ടി അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് അത് തീരുമാനിക്കേണ്ട. അവർ തീരുമാനിച്ച അവർ അഭിപ്രായം പറയും, അപ്പോൾ ഞങ്ങൾ പറയാം. അതൊക്കെ പറയട്ടെ തന്നെ, അത് കോൺഗ്രസിൻ്റെ തീരുമാനം വരട്ടെ. എന്നിട്ട് കോൺഗ്രസ് പാർട്ടി ഈ നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയുമായി ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കും. ആ തീരുമാനം വരട്ടെ, അപ്പോൾ ഞങ്ങൾ പറയാം.